പെട്രോൾ എഞ്ചിനിൽ എയറും ഫ്യൂലും കൂടി ചേർന്ന മിക്സ്ചറിനെയാണ് അകത്തേക്കെടുത്ത് കംപ്രസ് ചെയ്യുന്നത്. ആ കംപ്രസ്ഡ് മിക്സ്ചറിനെ സ്പാർക്ക് കൊണ്ട് കത്തിച്ചുണ്ടാകുന്ന അതിശക്തമായ ചൂടിൽ എയർ വികസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ശക്തിയിൽ പിസ്റ്റൺ താഴേക്ക് വരുന്നു. അങ്ങനെയാണ് പവർ ഉണ്ടാകുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിനിൽ എയർ മാത്രമാണ് അകത്തേക്ക് എടുക്കുന്നത്. അതിൽ ഫ്യൂൽ, അതായത് ഡീസൽ മിക്സ് ചെയ്യുകയില്ല. അതായത് കാർബറേറ്ററോ ഫ്യൂൽ ഇഞ്ചക്ടറോ എയർ ഇൻടേക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇല്ല. ഒരു എയർ ഫിൽറ്ററിൽ നിന്ന് നേരിട്ട് സിലിണ്ടറിനുള്ളിലേക്ക് എയർ എത്തുന്നു. ആ എയറിനെ അതിശക്തമായി കംപ്രസ് ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നത് ജനറലി 8:1 മുതൽ 12:1 വരെയാണ്. ആവറേജ് 10:1 എന്ന് പറയാം. അതായത് സിലിണ്ടറിന് ഉൾവശം 10 ഭാഗിക്കുകയാണെങ്കിൽ പിസ്റ്റൺ എയറിനെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിലൊരു ഭാഗത്തേക്ക് ചുരുങ്ങും. ഡീസൽ എഞ്ചിനിൽ പക്ഷേ ഇത് ഇരട്ടിയാണ്. ആവറേജ് 20:1. പഴയ എഞ്ചിനുകൾക്ക് 25:1 വരെ ഉണ്ടായിരുന്നു. നമ്മുടെ അംബാസിഡറിൻ്റെ 1500cc ഡീസൽ എഞ്ചിന് 22:1 ആയിരുന്നു കംപ്രഷൻ റേഷ്യോ. കംപ്രസ് ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രഷർ കൂടുമെന്നറിയാമല്ലോ. പ്രഷർ കൂടുമ്പോൾ അതിനൊപ്പം ചൂടും കൂടും. 10 ഇരട്ടിയിലധികമുള്ള കംപ്രഷൻ ഹെവി കംപ്രഷനായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ചൂട് ഏതാണ്ട് 300 മുതൽ 500 ഡിഗ്രി സെൽഷ്യസ് വരെ ആവും. മറ്റൊരു തരത്തിലും ചൂടാക്കാതെ തന്നെ. ഡീസൽ കത്തിക്കാൻ നല്ല ചൂട് വേണമെന്ന് പറഞ്ഞല്ലോ. ആ ചൂട് ഇങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് ആ ചൂടായ കംപ്രസ്ഡ് എയറിലേക്ക് ഡീസൽ ഇഞ്ചെക്ട് ചെയ്യും. പക്ഷേ പെട്രോൾ പോലെ വെറുതെ ഇഞ്ചെക്ട് ചെയ്താൽ പോരാ. ഡീസലിനെ വളരെ ചെറിയ കണികകളാക്കി മാറ്റിയാലേ അത് എയറുമായിട്ട് നന്നായി മിക്സ് ആവുകയും എഫിഷ്യൻ്റായി കത്തുകയും ചെയ്യും. അതിന് ഡീസൽ ഫ്യൂവലിനെയും ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യണം. ഹൈ പ്രഷർ എന്ന് വെച്ചാൽ 20,000 മുതൽ 40,000 PSI വരെ. നമ്മുടെ വണ്ടികളിലെ ടയറിലടിക്കുന്ന എയർ പ്രഷർ ആവറേജ് 30 PSI ആണെന്ന് ഓർക്കുമ്പോഴാണ് ഈ പ്രഷർ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകുന്നത്. പെട്രോൾ ഇഞ്ചക്ടറുകൾ വെറും 40 മുതൽ 60 PSI വരെയുള്ള പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന എയറിലേക്ക് ഒരു ഇഞ്ചക്ടർ വഴി നേരിട്ട് ഹൈ പ്രഷർ ഡീസൽ ഇഞ്ചക്ട് ചെയ്യും. ഡീസലിൻ്റെ വളരെ ചെറിയ കണികകൾ ചൂട് എയറിലേക്ക് വീഴുന്നതോടെ അത് കത്തിപ്പിടിക്കുന്നു. ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് അത് എയറിൽ മിക്സായി കത്തിത്തുടങ്ങാൻ ഒരു ചെറിയ ടൈം ആവശ്യമാണ്. അതിനാൽ പിസ്റ്റൺ TDC അഥവാ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്ന ഏറ്റവും മുകൾ ഭാഗത്ത് എത്തുന്നതിന് അല്പം മുമ്പാണ് ഡീസൽ ഇഞ്ചക്ഷൻ നടക്കുക. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആംഗിൾ വെച്ചാണ് അത് പറയുക. TDC എത്തുന്നതിന് 10 ഡിഗ്രി മുമ്പാണ് കോമൺ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ടൈമിംഗ്. ECU കൺട്രോൾഡ് ഇഞ്ചക്ഷനിൽ ഇത് ലോഡും RPM ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പെട്രോൾ എഞ്ചിനിലെ സ്പാർക്ക് ടൈമിങ്ങും ഇങ്ങനെ തന്നെയാണ്. ബാക്കിയെല്ലാം പെട്രോൾ എഞ്ചിനിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അതൊരു തീഗോളമാവുന്നു. ചൂട് 10 മടങ്ങായിട്ട് കൂടുന്നു. ചൂട് കൂടുന്നതിനൊപ്പം ഓൾറെഡി ഹൈ പ്രഷറിലുള്ള എയറിൻ്റെ പ്രഷർ അതിഭയങ്കരമായിട്ട് കൂടുന്നു. ആ പ്രഷർ പിസ്റ്റനെ അതിശക്തമായി തള്ളി നീക്കുന്നു. പവർ ഉണ്ടാകുന്നു. പിസ്റ്റൺ താഴെ എത്തുന്ന ടൈമിനുള്ളിൽ ആ എയറിലെ ഓക്സിജനും ഫ്യൂലും മുഴുവൻ കത്തിത്തീരുന്നു. എക്സോസ്റ്റ് സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പണായി ആ കത്തിയ പുകയെ പിസ്റ്റൺ പുറത്തേക്ക് കളയുന്നു. വീണ്ടും എയറിനെ അകത്തേക്കെടുത്ത് ഇത് ആവർത്തിക്കുന്നു. ഇതാണ് ഒരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ സിമ്പിൾ രൂപം. ഇതുപോലെയുള്ള 4 or 6 സിലിണ്ടറുള്ള ഡീസൽ എഞ്ചിനുകളാണ് കാറിലും ലോറിയിലും ബസ്സിലും ഒക്കെ ഉപയോഗിക്കുന്നത്.